സംസ്ഥാനത്ത് നല്ല മഴയല്ലേ? എല്ലായിടത്തും മഴയാണ്. മഴ കിട്ടാത്ത ഒരൊറ്റ ജില്ലക്കാർ പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലായിടത്തും മഴയുണ്ട്. അതും അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല ഗംഭീരമായ മഴയൊക്കെ കിട്ടുന്നുണ്ട്. മഴ മാത്രമല്ല, ഇടിയും മിന്നലും ഒക്കെ അതിന് അകമ്പടി സേവിച്ച് വരുന്നുമുണ്ട്. അപ്പം ഈ ഒരു മഴ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഞാൻ. സംസ്ഥാനത്ത് ഇന്നും ഇപ്പോൾ നല്ല ശക്തമായ മഴ തുടരുമെന്നാണ് പറയുന്നത്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. ശക്തമായ കാറ്റിനും അതേപോലെ ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീര മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷം നാളെയോടെ കേരള തീരത്തേക്ക് എത്തും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനിസ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ കാലവർഷം കൂടി എത്തുന്നതോടെ ഈ സീൻ ആകെ മാറുമായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സേതു. നാളെയോടെ കാലവർഷം കേരള തീരത്ത് എത്തുമെന്ന മുന്നറിയിപ്പ് നമുക്ക് മുൻപേ തന്നെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാലവർഷം കൂടി എത്തുമ്പോൾ കേരളത്തിൽ ഇതാ വീണ്ടും ഒരു മഴക്കാലം വരികയാണ്. എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കണം. ഇത്തരത്തിൽ കാറ്റും മഴയും ഒക്കെ നിലവിൽ തന്നെ ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ, ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങൾ ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ കാറ്റ് ശക്തമായ ഒരു സാഹചര്യമാണ്. അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ സഞ്ചാരമൊക്കെ ശ്രദ്ധിക്കണം. മഴക്കാലം വരുന്നതിനനുസരിച്ച് പനി, പകർച്ചവ്യാധികളൊക്കെ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആശുപത്രികളിലും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നടക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മഴക്കാലം വരുന്നതിന് മുന്നേയുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കാനുള്ള എല്ലാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ കാലവർഷം നാളെ എത്തുമെന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെയൊക്കെ വലിയ കനത്ത മഴയായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായത്. ഇന്നും 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് തുടരുന്നത്. ഇന്നലെയും ഈ ജില്ലകളിലൊക്കെ കനത്ത മഴയായിരുന്നു. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇന്ന് നിലവിലില്ലാത്ത ജില്ലകളിലും ഇടത്തരം നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മണിക്കൂറുകൾക്കനുസരിച്ച് ഈ മഴ മുന്നറിയിപ്പ് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് കാരണം ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നത്. മഴ ഒന്നുകൂടി കനത്ത ഒരു സാഹചര്യം. ഇനിയിപ്പോൾ നാളെയോടെ കാലവർഷം എത്തുമ്പോൾ അത് ഒന്നുകൂടി കനക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇനി മഴ കുറഞ്ഞ ഒരു സമയം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കൂടാതെ തന്നെ ഈ ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. ഇടിമിന്നലും കാറ്റും വലിയ അപകടകാരികളാണ്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വരുന്ന 28 വരെ വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേതു. ഓക്കെ സനിസ, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറഞ്ഞ പോലെ നാളെ കൊണ്ട് കാലവർഷം കൂടി എത്തും. അപ്പോൾ ഈ മഴ ഇനിയും കടുക്കും. മഴ വരും ദിവസങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ